നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങൾ അത് അറിഞ്ഞില്ല എന്ന് അമേരിക്ക പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഖത്തറിൻ്റെ വ്യോമപാതയുടെ സംരക്ഷണം അമേരിക്കയും കൂടിയാണ് നിർവഹിക്കുന്നത്. അപ്പോൾ 15ഓളം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇരച്ചു കയറിയത് അറിഞ്ഞില്ല എന്ന് അമേരിക്ക പറയുന്നത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ അതിശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളിൽ പറയുന്നത് ഖത്തറിൻ്റെ കൂടി അറിവോടെയാണ് ഹമാസിനെ തുടച്ചു നീക്കാൻ ദോഹയിൽ നിന്ന് അവരെ പടിയടച്ച് പിണ്ണം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പക്ക പ്ലാൻ ഇട്ടത് എന്നുള്ള ഒരു വിവരമാണ്. അതായത് അമേരിക്ക, ഇസ്രയേൽ, ഖത്തർ, സൗദി, ജോർദാൻ ഈ രാജ്യങ്ങളുടെയൊക്കെ അറിവോടെയാണ് ദോഹയിൽ ആക്രമണം നടന്നത് എന്നുള്ളതാണ്. അത് എത്രത്തോളം വിശ്വസനീയമാണ്? പക്ഷേ അത് വിശ്വസിക്കാൻ തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് താനും. ശരിക്കും ഈ രാജ്യങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെ ആയിരുന്നില്ലേ ദോഹയിൽ നടന്ന ആ ഒരു ആക്രമണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇസ്രയേലി ആക്രമണം നടത്തിയത് ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ എല്ലാവരും ദോഹയിൽ എത്തുന്നുണ്ട്, ഇന്ന സമയത്ത് അവരുണ്ട്, ഇന്ന റൂമിൽ വെച്ച് ഇവർ ഒരു മീറ്റിംഗ് നടത്തുന്നു എന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചിട്ട് തന്നെയാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, അപ്പോൾ അമേരിക്ക അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയോട് നേരത്തെ വിവരം പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലേക്ക് ആയതുകൊണ്ട് അമേരിക്ക ഒരു പക്ഷേ ഇതിനൊരു തടയിട്ടാലോ എന്ന് ഇസ്രയേലിനൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള വിവരം വളരെ മുൻപേ തന്നെ അറിഞ്ഞിരുന്നില്ല. എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് അമേരിക്കയോട് പറയുന്നത്. അതൊരു ഒത്തുകളിയായിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഖത്തറും കൂടിയിട്ടുള്ള ഒരു ഒത്തുകളിയായിട്ടാണ് ഇതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഖത്തറിന് മേൽ ആക്രമണം നടത്തുന്നതിനായിട്ട് 2 മാസത്തിലേറെയായിട്ട് ഇസ്രയേൽ സൈനിക നടപടികൾ ആസൂത്രണം ചെയ്യുകയാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇത്രയും വലിയ ഒരു ആക്രമണം, ഇത്ര കൃത്യമായിട്ടൊരു ആക്രമണം നടത്താനൊന്നും പറ്റില്ല. അപ്പോൾ എങ്ങനെ, എവിടെ വെച്ച്, എന്തെല്ലാം ആയുധങ്ങൾ, ഏതെല്ലാം വിമാനങ്ങൾ, എവിടെ പോകണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചെല്ലാം 2 മാസം മുമ്പ് മുതൽ തന്നെ ഇവരത് ശ്രമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അൽഹയ്യ മാത്രമാണ്. അപ്പോൾ ഈ ആളെ തിരിച്ചറിയുന്നത് ഉറപ്പാക്കാൻ അൽഹയ്യ തന്നെയാണ് ഇത്, എങ്ങനെയാണ് അയാൾ എന്നുള്ളതിനെ കുറിച്ച് എല്ലാം ഉറപ്പാക്കാൻ തന്നെ ഇസ്രയേൽ ഒരു ദിവസത്തേക്ക് ഈ ഓപ്പറേഷൻ വൈകിപ്പിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായപ്പോൾ അവർക്കൊരു ഒരു ആരാണെന്നുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ദിവസം അതിനു വേണ്ടി വൈകിച്ചു എന്നാണ് പറയുന്നത്. അൽഹയ്യ ആരാണ് എന്നുള്ളതിൻ്റെ ഉറപ്പിന് വേണ്ടിയിട്ട്, ആളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആക്രമണത്തിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അന്തിമ അനുമതി ഇതിനു വേണ്ടി ലഭിക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ആക്രമണത്തിനെ കുറിച്ച് US ഉടൻ തന്നെ ഖത്തറിനെ അറിയിക്കും എന്നതുകൊണ്ട് ആക്രമണത്തിനെ കുറിച്ച് ഇവർ പുറപ്പെടുന്നതിന് മുൻപ് പറയുന്നില്ല. പക്ഷെ അതിന് ചെറിയൊരു വൈരുദ്ധ്യമൊക്കെ ഉണ്ട്. കാരണം ജോർദാൻ്റെയൊക്കെ മേലെ കൂടെ വേണം ഇത് പറന്നു പോകാൻ, 2000 മണിക്കൂറിലധികം പറക്കണം. അപ്പോൾ ഇതിൽ ചെറിയൊരു വിരോധാഭാസം നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ പറയാം. കാരണം ജോർദാൻ്റെയൊക്കെ മേലെ കൂടെ ഇത് പറക്കുമ്പോൾ, ഇത്രയധികം ദൂരം പോകുമ്പോൾ അത്രയും സമയം ഒക്കെ ഇതിൽ നിന്ന് മറച്ചു പിടിക്കാൻ, റഡാറിൽ നിന്ന് മറച്ചു പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആർക്കും ഉദിക്കാവുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ചോദ്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ഖത്തറിലേക്ക് കടക്കണമെങ്കിൽ ജോർദാനും സൗദിയൊക്കെ കടന്നിട്ട് വേണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ട് രാജ്യങ്ങളുടെയും വ്യോമ നിരീക്ഷണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ റഡാറുകളാണ്. ഒന്ന് സൗദിയുടെ റഡാറുകളുടെ സംരക്ഷണവും അമേരിക്കയുടെ കൈകളിലാണ്, ഖത്തറിൻ്റെയും അമേരിക്കയുടെ കൈകളിലാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങളിലേക്ക് ഇസ്രയേലിൻ്റെ പോർവിമാനങ്ങൾ കടന്നപ്പോൾ അതറിഞ്ഞില്ല എന്ന് അമേരിക്ക പറയുന്നത് ട്രംപിൻ്റെ കളി തന്നെയാണ്, കൃത്യമായ കളി. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു ആക്രമണത്തിന് വേണ്ടിയിട്ട് 2 ചർച്ചകൾ ഇസ്രയേലിൽ നടന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ മാസം ആയിരുന്നില്ല, കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റിലായിരുന്നു ഈ ആക്രമണം പദ്ധതിയിട്ടിരുന്നത്. കാരണം ഓഗസ്റ്റിലും ഈ പറയുന്ന ഹമാസിൻ്റെ നേതാക്കൾ അവിടെ ദോഹയിലുണ്ടായിരുന്നു. കാരണം തലവനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ച നടന്നു എന്നാണ് പറയുന്നത്. അന്ന് ആക്രമണത്തിന് പദ്ധതി ഇട്ടപ്പോൾ മൊസാദാണ് പറഞ്ഞത് ഒന്ന് കാത്തിരിക്കൂ എന്ന് പറഞ്ഞത്. കാരണം ഖത്തറിലേക്കാണ് ആക്രമണം നടത്താൻ പോകുന്നത്. ഒരു ജനവാസ മേഖലയിലാണ് ഈ പറയുന്ന മുറിയുള്ളത്.
അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് അമേരിക്കയുടെയും സാമ്പത്തിക കേന്ദ്രങ്ങൾ ഈ പറയുന്ന ദോഹയിലെ ഖത്താറയിലുണ്ട്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഓഫീസുകൾ അവിടെ ആ ഭാഗത്താണുള്ളത്. അപ്പോൾ അവിടെ ഒരു ആക്രമണം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചാൽ അത് വലിയ ദൂരവ്യാപകമായ പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ മൊസാദ് ആദ്യം ഈ ദൗത്യം ഒന്ന് വൈകിപ്പിക്കാൻ കാരണം മൊസാദ് ആയിരുന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഓഗസ്റ്റിൽ അത് നടക്കാതെ പോകുകയും പിന്നീട് ഈ പറയുന്ന സെപ്റ്റംബറിലേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായി മൊസാദ് ഉൾപ്പെടെ അന്ന് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ സഹായം ആവശ്യമാണ്. കാരണം റഡാറുകളെ മറിച്ച് നമുക്ക് ഇത്രയും സ്ഫോടക വസ്തുക്കളുമായി പോർ വിമാനങ്ങൾക്ക് കടക്കാൻ കഴിയില്ല. അമേരിക്കയുടെ കൃത്യമായ അനുമതിയില്ലാതെ ഇത് നടക്കില്ല എന്നും അങ്ങനെയാണിത് സെപ്റ്റംബറിലേക്ക് മാറ്റുന്നതെന്നും ഒക്കെയുള്ള ചില വാർത്തകൾ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ തന്നെയാണ് പുറത്തു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ആക്രമണം നടത്തിയപ്പോൾ അവിടെ അമേരിക്കയുടെ കൃത്യമായ ഒരു ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഖത്തറിന് ഇസ്രയേലും അമേരിക്കയും മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഹമാസിനെ എത്രയും പെട്ടെന്ന് ഹമാസ് നേതാക്കളെ അവിടെ നിന്ന് ഒന്നുകിൽ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നതിലേക്ക് ഇസ്രയേൽ കടക്കും. ഇസ്രയേലിനെ തടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം കഴിയില്ല എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ നേതാക്കൾ എവിടെയൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും തേടിപ്പിടിച്ച് കൊല്ലുമെന്നുള്ളത്. അപ്പോൾ ഈ പല ആവർത്തി ഇപ്പോൾ ഖത്തറിന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ഖത്തർ ഭയപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർക്ക് ഇനി ഹമാസ് അവരെ ചുമക്കാൻ കഴിയില്ല. കാരണം ഗാസ വിട്ടിട്ട് ഗാസയിൽ ഇപ്പോൾ അവർക്ക് ഒരു ചർച്ച നടത്തുന്നതിന് പറ്റിയ ഒരു കേന്ദ്രമില്ല. അവർക്ക് ഒത്തുകൂടാൻ ഒരു പ്രദേശമില്ല, ഒരു തരി മണ്ണില്ല. ഈ നേതാക്കളെല്ലാവരും, ദോഹയിലുള്ള നേതാക്കളെല്ലാവരും ഖത്തർ അവരുടെ തട്ടകമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും തകർത്തെറിഞ്ഞേ മതിയാകൂ ഖത്തറിന്. കാരണം ഖത്തറിൽ ഒരു ഭീകര കേന്ദ്രമായി ഹമാസ് വളർത്തിയെടുക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഖത്തറിനുണ്ടാകും. കാരണം ഇസ്രയേലിൻ്റെ നിരന്തരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വരും, അമേരിക്കയുടെ എതിർപ്പുകൾക്ക് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവരെ രാജ്യത്ത് നിന്ന് ഓടിക്കണം. പക്ഷേ ഇവർക്ക് മുൻപ് പലതവണ എല്ലാ സഹായങ്ങളും കൊടുത്തതുകൊണ്ട് ഇവരെ അവിടെ നിന്ന് പൊടുന്നനെ അടിച്ചോടിക്കാൻ കഴിയത്തില്ല. അപ്പോൾ കിട്ടിയ ഒരു അവസരമാണ് ഈ അമേരിക്കയുമായുള്ള ഒരു ചർച്ച. ഈ ചർച്ച എന്ന് പറയുമ്പോൾ അവിടെയും കുറച്ചൊരു ഇത് നടന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡൊണാൾഡ് ട്രംപിനും നെതന്യാഹുവിനും തമ്മിലൊരു ഫോൺ വിളി എന്ന് പറയുന്നത് അത്ര അസ്വാഭാവികമൊന്നുമല്ല. അവർക്കൊന്ന് വിളിച്ച് കാര്യം പറയാവുന്ന കാര്യമുള്ളൂ. നെതന്യാഹുവിനെ വിളിച്ചതാ ഞാനിങ്ങനെ അവിടെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതില്ലാതെ വളരെ കാര്യമായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖത്തറിനെതിരെയുള്ള ആക്രമണത്തിനെ കുറിച്ച് നിർണായക അറിയിപ്പ് വളരെ വളഞ്ഞ വഴിയിൽ കൂടെയാണ് കൊടുക്കുന്നത്. ആദ്യം US ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഉന്നത ജനറലുമായിട്ടുള്ള ഡാൻ കെയ്നെയാണ് ഓപ്പറേഷനെ കുറിച്ച് ആദ്യം വിളിച്ച് പറയുന്നത്. എന്നിട്ട് ഈ ഡാൻ കെയ്നാണ് ഇത് ട്രംപിനെ അറിയിക്കുന്നത്. അപ്പോഴൊക്കെ അവിടെ കുറച്ചൊരു സമയം വൈകിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ട്രംപിന് പറയണം ഞാൻ അറിഞ്ഞിട്ടല്ല, ആക്രമണം ഉണ്ടെന്ന് ട്രംപ് അറിഞ്ഞിട്ടേയില്ല. ഡാൻ കെയ്ൻ വിളിച്ച് പറയുമ്പോഴാണ് ട്രംപ് അറിയുന്നത്. ഉടനെ തന്നെ ട്രംപ് എന്ത് ചെയ്യുന്നു, US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ വിളിച്ചു പറയുന്നു. ഖത്തറിലേക്ക് വിളിച്ച് പറയുന്നത് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ വിളിച്ച് ട്രംപ് ഈ വിവരം അറിയിക്കുന്നു, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്ന്. എന്നിട്ട് ഈ വിറ്റ്കോഫാണ് ഖത്തർ അധികൃതരെ അറിയിക്കുന്നത്. അപ്പോൾ 2-3 തട്ടുകളായിട്ടാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പോകുന്ന ആദ്യം തന്നെ ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചിട്ട് പറയേണ്ട കാര്യമുള്ളൂ, ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്ന്. ഉടനെ തന്നെ ഖത്തറിനെയും വിളിച്ച് പറഞ്ഞാൽ മതി. പക്ഷേ എല്ലാവരും നാടകം കളിക്കുകയാണ്, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് ഞാനിങ്ങനെ അറിഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ വിറ്റ്കോഫിനെ ട്രംപ് അറിയിക്കുന്നു. വിറ്റ്കോഫ് വിളിച്ചിട്ട് അധികൃതരെ ഖത്തറിനെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പക്ഷേ പിന്നീട് ലോകം അറിയുമ്പോൾ നേരിട്ടിട്ട് ട്രംപ് അറിഞ്ഞൊരു കാര്യമല്ല ഇത്. ഇസ്രയേൽ എന്ന് മാത്രമല്ല, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇസ്രയേൽ പറയുകയാണ് ഇതിൽ അമേരിക്കയുടെ യാതൊരു പങ്കുമില്ല, ഞങ്ങൾക്ക് ആക്രമിക്കാൻ അമേരിക്കയുടെ ആവശ്യമില്ല, അമേരിക്കയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നു. അല്ല, പക്ഷെ അമേരിക്കയുടെ ആവശ്യം ഇസ്രയേലിനുണ്ട്. അത് അമേരിക്കയുടെ ആവശ്യപ്രകാരം തന്നെയാണ്. അമേരിക്ക ഈ ഒരു ആക്രമണത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കും മുന്നിൽ വന്നിട്ടില്ല. ഇസ്രയേൽ മാത്രം തീരുമാനിച്ചുറപ്പിച്ച് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അമേരിക്കയ്ക്കും അറിയാം, ഖത്തറിനും അറിയാം ഇങ്ങനൊരു ആക്രമണം നടക്കും എന്നുള്ളത്. ഹമാസ് നേതാവ് അൽ-ഹയ്യെ അവസാനിപ്പിക്കണം എന്നുള്ളത് ഖത്തറിൻ്റെയും കൂടി ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഹമാസിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹമാസിനെ അവിടുന്ന് ഒഴിപ്പിക്കേണ്ടത് ഖത്തറിൻ്റെ കൂടി ആവശ്യമാണ്.
അതുകൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തേക്കും, ഹമാസിന് ഇനി ഇവിടെ താവളം ഒരുക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചേക്കും എന്ന് ഈ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഖത്തറിൽ നിന്നൊരു സംസാരം ഉണ്ടാകുന്നത്. കാരണം അവർക്ക് ആവശ്യം അൽഹയ്യ എന്തായാലും മരിച്ചില്ല, പക്ഷേ അത് ഒരു ചെറിയൊരു പാളിച്ച പറ്റിയത് അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരിച്ചു എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇസ്രയേലിനെ പറ്റിയ ഒരു ചെറിയ അടി പറ്റിയത്. അല്ല, ചെറിയൊരു അടിയെന്നല്ല, ഈ ഒരു ഓപ്പറേഷനിൽ ഇസ്രയേൽ വിചാരിച്ച കാര്യം നടന്നില്ല. ഖലീൽ അൽ ഹയ്യയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഖാലിദ് മിഷാലും രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. അത് ഇപ്പോൾ ഇസ്രയേലും സമ്മതിച്ചിട്ടുണ്ട്, ഈ രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എല്ലാ രീതിയിലും പ്രിസിഷനായിട്ടുള്ള ഒരു അറ്റാക്കാണ്. പാളിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു. കാരണം ഖത്തറിൻ്റെ മറ്റ് അവരുടെ സർക്കാർ ഓഫീസുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ, അവിടെ അടുത്ത് സ്കൂളൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു തരത്തിലുമുള്ള പോറൽ പോലും പറ്റാതെ, അമേരിക്കയുടെ ഒരു കേന്ദ്രങ്ങളും അവരുടെ റഡാറിൽ വരാതെ, ആ ഒരു മുറി മാത്രം, ഇസ്മയിൽ ഹനിയയുടെ മുറിയായിരുന്നു അത്, ഇസ്മയിൽ ഹനിയ ഒത്തുകൂടിയിരുന്ന ആ ഒരു മുറി മാത്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. അവിടെ ആക്രമണം നടത്തിയപ്പോൾ വന്ന ഒരു പാളിച്ച, ഇവർക്ക് സ്ഫോടക വസ്തു വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. കാരണം വളരെ കുറച്ച് സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചത്. കാരണം ഈ ആക്രമണത്തിൻ്റെ വേറെവിടേക്കും ഈ ഒരു ആക്രമണത്തിൻ്റെ പ്രകമ്പനം ഉണ്ടാകാതിരിക്കാൻ, വേറൊരു കെട്ടിടങ്ങൾക്കും അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചത്. അവിടെയാണ് പാളിപ്പോയത്. അത് ഖത്തറിന്റെ ആവശ്യപ്രകാരം തന്നെയാണ്. മറ്റിടത്തേക്ക് ആവരുതെന്ന് ഖത്തർ അത്രയും പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം ഒരു ഗൾഫ് രാജ്യത്തേക്ക് ആദ്യമായിട്ട് ആക്രമണം നടത്തിയതിന്റെ ഒരു ഞെട്ടൽ പോലും അറബ് രാജ്യങ്ങൾക്കില്ല, ഖത്തറിനുമില്ല, സൗദിക്കുമില്ല, മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ല. ആക്രമിക്കാത്തതിന് മുൻപേ ആക്രമിക്കായിരുന്നു. ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്, സിറിയയെ ആക്രമിച്ചിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളെല്ലാം ആക്രമിച്ചിട്ടുണ്ട് ഈ ഗാസ ഉപരോധിച്ചതിൻ്റെ ഒപ്പം തന്നെ. പക്ഷെ ഒരിക്കലും ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ആക്രമിക്കുന്നത്. അന്നും ഹമാസ് നേതാക്കളെല്ലാവരും ഖത്തറിലുണ്ടായിരുന്നു. ഇതിനു മുൻപും ഖത്തറിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇപ്പോൾ ആക്രമിച്ചപ്പോഴാകട്ടെ ആർക്കും ഒരു ഞെട്ടലും ഇല്ല. എല്ലാവരും ഇത് പ്രതീക്ഷിച്ച ഒരു സംഭവം നടന്നു. ഇത് മാത്രമല്ല, ഈ ആരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് അറിയില്ല, ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ എല്ലാം ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട് ദോഹയിലേക്ക്. അതും ഈ സമയം നീട്ടിക്കൊണ്ടു പോവുകയാണ്. ആക്രമണം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ചർച്ച നടത്തുമെന്നായിരുന്നു, പക്ഷെ അതിപ്പോൾ ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. കാരണം ആ ചർച്ച നടന്നാലും ഇല്ലെങ്കിലും അതൊരു വിഷയമല്ല. പിന്നെ ലോകത്തെ കാണിക്കാൻ, ഹമാസിനെയൊക്കെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചർച്ച നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത് മൊസാദിനും പാളിച്ച പറ്റി എന്നുള്ളത് തന്നെയാണ്. അവർക്കും വേണ്ട രീതിയിൽ ഈ ഒരു ആക്രമണം ഉദ്ദേശിച്ചവരെ ലക്ഷ്യം വെച്ച് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ഈ പറയുന്നത് പോലെ തന്നെ ഇതൊരു പ്രിസിഷൻ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ ഗാസയിലൊന്നും നടത്തിയതുപോലത്തെ ഒരു അറ്റാക്കൊന്നും ഖത്തറിൽ നടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത് വളരെ കുറച്ചാണ്. അതുപോലെ തന്നെ ആക്രമണത്തിന് ഈ സ്നൈപ്പർമാരെ ഉപയോഗിച്ചില്ല. സാധാരണ മറ്റെല്ലായിടത്തും ഒരു സ്ഫോടനം നടത്തിയാലും സ്ഫോടനത്തിന്റെ മറവിൽ സ്നൈപ്പർമാർ ഇറങ്ങി ആക്രമണം നടത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ആരും ഈ പോർവിമാനത്തിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ലാൻഡ് ചെയ്തിട്ടില്ല എവിടെയും. എല്ലാം ഈ റഡാറിൽ മറച്ചുകൊണ്ട് നടന്ന ഒരു കളിയാണ്. റഡാറിൽ പെടാത്തൊരു പോർവിമാനത്തിനെ അയക്കുന്നു. 10 പ്രാവശ്യം റഡാറിൽ വീണില്ല എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായി റഡാറിൽ വീഴും. കാരണം അമേരിക്കയുടെ റഡാർ മറക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര വിഷയമൊന്നും. അത് അവർ പറയുന്നതല്ലേ, റഡാറിൽ ഞങ്ങൾ കണ്ടില്ല. അവിടെയാണ് ഈ ഖത്തറിന്റെ സൈന്യത്തിന്റെ ഒരു നാവുപിഴയാണ് ആ സംഭവം. കാരണം അവരാണ് ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ പ്രതികരിച്ചത്. ഖത്തറിൻ്റെ റഡാറുകളിൽ ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞത്. അവിടെയാണ് ചോദ്യം വന്നത്. അതായത് അമേരിക്ക വ്യോമ സംരക്ഷണം ഒരുക്കുന്ന ഖത്തറിൻ്റെ റഡാറിൽ എന്തുകൊണ്ട് ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ പതിഞ്ഞില്ല? കാരണം ഇസ്രയേലിൻ്റെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഇസ്രയേലിൻ്റെ പക്കലുള്ളത്. അപ്പോൾ റഡാറിനെ മറച്ചു എന്ന് പറഞ്ഞത് വിശ്വസിക്കാനേ കഴിയില്ല. പോയതും അമേരിക്കൻ വിമാനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒട്ടും വിശ്വസനീയമല്ലാതായി പോയത് ആ ഒരു പ്രസ്താവനയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം പൊളിഞ്ഞു. കാരണം ഈ ചർച്ചകൾ ഇപ്പോൾ ഈ വഴിക്കൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിന് എത്രയും പെട്ടെന്ന് അവരുടെ രാജ്യത്ത് നിന്ന് ഹമാസിനെ പുറത്താക്കിയേ കഴിയുകയുള്ളൂ. കാരണം ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും.
എത്രയും പെട്ടെന്ന് അവരെ പുറത്താക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇനിയും ആക്രമണങ്ങൾ ഖത്തർ നേരിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മുന്നറിയിപ്പ് ഇത് നിസ്സാര വിഷയമല്ല, ഇത് ഇസ്രയേൽ പറയുന്നതല്ല, ചെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ട്രംപ് ഖത്തറിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഖത്തറും ഈ ഒരു ചർച്ചയ്ക്ക് സമ്മതം മൂളുന്നതും ഇത്ര ഒരു ആക്രമണം നടന്നതും എന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ, അതായത് UAE, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഒരു ഇന്നത്തെ കാലത്ത് ഈ തീവ്രവാദികളെ പിന്തുണച്ചും അവരെ സഹായിച്ചും എന്നാൽ സാമ്പത്തികമായി ഞങ്ങൾ മുന്നേറാനുള്ള നീക്കവും നടത്തുന്നു എന്ന് കാണിക്കാൻ കഴിയില്ല. സൗദിയുടെയൊക്കെ ഏറ്റവും പ്രധാന ആവശ്യം സാമ്പത്തികമായി വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഖത്തറാണ് പിന്നെയും ഈ പറയുന്ന ഭീകര ഗ്രൂപ്പുകൾക്ക് പിന്തുണ കൊടുത്തിരുന്നത്. അപ്പോൾ പക്ഷേ ആ ഒരു നയം ഖത്തറിനെ പൊളിച്ചെഴുതേണ്ടി വരും. ഖത്തറിന് ഇവർക്ക് 3 കാര്യങ്ങളാണ്, 3 കൂട്ടർക്കാണ് ഇതിൽ ആവശ്യമുള്ളത്. ഒന്നാമത് ഖത്തറിന് ഹമാസ് എന്നുള്ള തലവേദന ഒഴിവാക്കണം. രണ്ടാമത് ട്രംപിന് യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം. യുദ്ധം അവസാനിപ്പിച്ചത് ട്രംപാണ് എന്നുള്ള, അപ്പോൾ ട്രംപിന് യുദ്ധം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. മൂന്നാമത് ഇസ്രയേലിന് ഹമാസിനെ തീർക്കണം. ഈ 3 താല്പര്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് തന്നെയാണ് ദോഹ ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ 3 കൂട്ടരും താല്പര്യങ്ങൾ ഒന്നിച്ചു, 3 കൂട്ടരും കൂടി ചർച്ച ചെയ്തു, ആക്രമണം അവർ നടത്തുകയും ചെയ്തു. അത് വളരെ തന്ത്രപ്രധാനമായ മേഖലയിൽ തന്നെ, ജനവാസ മേഖലയിൽ തന്നെ ഹമാസ് എവിടെയാണോ ഒളിച്ചിരിക്കുന്നത് ആ കൃത്യമായ സ്ഥലം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇസ്രയേലിന് അറിയുന്നത്? കൃത്യമായിട്ട് ഇന്ന റൂമിൽ ഇന്ന സമയത്ത് ഈ അൽഹയ്യ ഉണ്ട് എന്നുള്ള ഇത്ര കൃത്യമായ വിവരം എങ്ങനെയാണ് ഇത്രയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരിക്കുന്ന ഇസ്രയേൽ അറിയുന്നത്? അല്ല, ലോകത്തിന്റെ എല്ലാ കോണിലും മൊസാദ് ഉണ്ട്. അതെ, ഏത് മൊസാദ് ഉണ്ടായെങ്കിലും ആ മൊസാദിനും അതുകൊണ്ടാണ് മൊസാദ് ആയിരിക്കാം. പക്ഷേ മൊസാദ് ചാരന്മാർ സംസാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇടപെട്ടിട്ടുള്ളത് ഖത്തറിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെയാണ്, ഖത്തർ ഭരണാധികാരികളെ തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ളൊരു ആക്രമണം നടത്താൻ സാധിച്ചതും അവിടെ ഒരു തീപ്പെട്ടിക്കൊള്ളിക്ക് പോലും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു പോരാനും പറ്റിയത്. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ആക്രമണം ചെയ്യാൻ അറിയുന്ന ഇസ്രായേൽ എന്തുകൊണ്ട് ഗാസയിൽ ഇത്രയധികം നാശനഷ്ടം വരുത്തി? അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ചില യുദ്ധ നിരീക്ഷകരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ശരി, ഇസ്രയേലിൽ നിന്ന് 1800 കിലോമീറ്റർ സഞ്ചരിച്ച് ഖത്തറിൽ എത്തിയപ്പോഴത്തേക്ക് അമേരിക്ക അറിഞ്ഞില്ല, സൗദിയും കടന്ന് ഖത്തറിൽ കയറിയപ്പോഴത്തേക്ക് അമേരിക്കൻ സൈന്യം അറിഞ്ഞില്ല, റഡാറുകൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ശരി, സമ്മതിക്കുന്നു. പക്ഷേ ആക്രമണം നടന്നു എന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ ലോകരാജ്യങ്ങളെല്ലാം അറിഞ്ഞു. എന്നിട്ടും ഇവിടുന്ന് തിരിച്ച് 1800 കിലോമീറ്റർ ഇസ്രയേലിലേക്ക് പോകണം, എന്നിട്ടും അറിഞ്ഞില്ല എന്നാണ് അമേരിക്ക പറയുന്നതെങ്കിൽ അമേരിക്കയിൽ കയറി ആർക്കും എന്ത് ആക്രമണവും നടത്താമെന്ന് നിങ്ങൾ പറയുന്നതിന് തുല്യമായി പോകും എന്നുള്ള ഒരു ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. തിരിച്ച് ഈ ആക്രമണം നടത്തുന്നവരെ അറിഞ്ഞില്ല. ശരി, ആ പോർവിമാനം തിരിച്ച് ഇസ്രയേലിലേക്ക് തന്നെ പോകുന്നു. എന്തുകൊണ്ട് എവിടെയും അത് പെടാതെ പോയി? എന്തുകൊണ്ട് ആരും അതിനെ പിടിച്ചു വെച്ചില്ല? അതിലുള്ള ആൾക്കാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ആക്രമിച്ചില്ല? ഒരു അറസ്റ്റ് നടന്നില്ല. ഒന്നും വേണ്ട, ആക്രമിക്കേണ്ട. അതിനെ നിർബന്ധമായിട്ടും അടുത്ത വിമാനത്താവളത്തിൽ ഇറക്കി അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടായില്ല. അതാണ് ഈ പറയുന്ന പോലെ തന്നെ ഇത് മുൻകൂട്ടി നടന്ന ചർച്ചയുടെ ഒരു ബാക്കി പത്രമാണ് ദോഹയിൽ നടന്ന ആക്രമണം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉരുണ്ടുകൂടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും ചർച്ചകളും ഒക്കെ ആയിട്ട് കാണാം. നമസ്കാരം. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.